ചന്ദ്രാപ്പിനി മേഖലയിൽ ജല അതോറിറ്റിയുടെ കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട് 5 മാസം. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ. എടത്തിരുത്തി 10-ാം വാർഡ് നേതാജി റോഡ് പരിസരത്തെ വീടുകളിലേക്കുള്ള കുടിവെള്ള വിതരണമാണ് നിലച്ചിരിക്കുന്നത്. നാട്ടിക ഫർക്ക ശുദ്ധജല പദ്ധതി പ്രകാരമാണ് ഈ മേഖലയിൽ കുടിവെള്ളം എത്തിക്കുന്നത്. ചന്ദ്രാപ്പിനിയിൽ ദേശീയ പാതയോരത്ത് 200 mm വിതരണ പൈപ്പ് പൊട്ടിയതാണ് കുടിവെള്ള വിതരണം മുടങ്ങാൻ കാരണം. 5 മാസം മുൻപ് പൊട്ടിയ പൈപ്പ് 2 തവണ കരാറുകാരെത്തി ചോർച്ച അടച്ചിരുന്നു. എന്നാൽ വെള്ളം പമ്പ് ചെയ്യുന്നതോടെ വീണ്ടും പൈപ്പ് പൊട്ടുകയായിരുന്നു. ഇതോടെ പ്രദേശത്തെ 60ഓളം വീടുകളിലെ കുടിവെള്ള വിതരണം തടസ്സപ്പെടുകയായിരുന്നു. കുടിവെള്ളമില്ലാതായതോടെ പഞ്ചായത്തിന്റെ കീഴിലുള്ള വാട്ടർ കിയോസ്കുകളിൽ നിന്നും ബന്ധുവീടുകളിൽ നിന്നും മറ്റുമാണ് പ്രദേശവാസികൾ കുടിവെള്ളം ശേഖരിക്കുന്നത്. 5 മാസമായിട്ടും പ്രശ്നം പരിഹരിക്കാത്തതിനെ തുടർന്ന് വോട്ട് ബഹിഷ്കരിക്കുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നിട്ടും നടപടിയൊന്നും ഉണ്ടായില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. 5-5.5 മാസത്തോളം ഇവിടെ വെള്ളമില്ലാണ്ടിരിക്കുന്നു. വോട്ടെടുപ്പായിട്ട് എല്ലാവരും വന്നിരുന്നു, എല്ലാ പാർട്ടിക്കാരും വന്നിരുന്നു. എല്ലാ പാർട്ടിക്കാരോടും ഞങ്ങളുടെ വിഷമങ്ങളും സങ്കടങ്ങളും പറഞ്ഞൊരു വിഷയമാണ് ഇപ്പോൾ വരാൻ പോണത്. അതിനൊരു തുള്ളി വെള്ളമില്ല. ഞങ്ങൾ അതുകൊണ്ട് ഇവിടുന്ന് കുറേ വീട്ടുകാർ വോട്ടും ചെയ്തിട്ടില്ല. പ്രാവശ്യം 10-60 കുടുംബങ്ങൾ വെള്ളം കിട്ടിയിട്ട് 4-5 മാസക്കാലത്തോളമായി. ഇന്നലെ തെരഞ്ഞെടുപ്പായിരുന്നു, ഇന്നലെ നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നു. അവരെ പ്രതിഷേധം നോണം. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളെ മൗലിക അവകാശവും പൗരാവകാശവുമാണ് വോട്ടവകാശം. ആ വോട്ട് പോലും ഇന്നലെ ഒരു പ്രദേശത്തെ 60ഓളം കുടുംബങ്ങൾ ബഹിഷ്കരിക്കുകയുണ്ടായിരുന്നു. ഇതെല്ലാം വാട്ടർ അതോറിറ്റിനെ അറിയിച്ചിട്ട് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. TCV കയ്പമംഗലം.